നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. +2 മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാം. പ്ലേലിസ്റ്റ് നോക്കുക, +2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രോബ്ലംസ് ആണ്, ബൈനറി ഓപ്പറേഷൻസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്സിജൻ ക്ലാസ്സസ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈനറി ഓപ്പറേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഫോർ each of the operations defined below, determine whether star is binary, commutative, associative, and also check the existence of identity and inverse. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ, ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ 3ലെയും സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ ആ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്ന് നോക്കണം. പിന്നെ അവിടെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഫങ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ സെറ്റ് A cross A to A. A cross Aയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മളിവിടെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയേണ്ടത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 എലമെൻറ്റുകളാണ് നമുക്ക് A cross Aയിൽ നിന്ന് കിട്ടുക, അല്ലേ? ഇപ്പോൾ സപ്പോസ് സ്റ്റാർ ഓഫ് AB, നമ്മൾ f(x) എന്ന് എഴുതുന്ന പോലെ f(AB), അതുപോലെ സ്റ്റാർ ഓഫ് AB എന്തായിരിക്കും? ഈ സ്റ്റാർ ഓഫ് AB എന്ന് പറയുന്നത് A*B ആയിരിക്കും. ആ A*B എന്ന് പറഞ്ഞ എലമെൻ്റ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം? അതേ എയിൽ തന്നെ ഉള്ള എലമെൻ്റ് ആയിരിക്കണം. ദെൻ വി ക്യാൻ സേ ദാറ്റ് സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. സ്റ്റാർ എന്താണെന്ന് നമ്മൾ പറയും? എ എന്ന് പറയുന്ന സെറ്റിലുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എന്താണ് സംഭവം? 2 എലമെൻറ്റുകൾ എടുക്കുക ഒരു സെറ്റിൽ നിന്ന്, എയും ബിയും സെലക്ട് ചെയ്യുക എവിടെ? എയിൽ നിന്ന്. ദെൻ അതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് A*B എന്ന് കിട്ടും. ആ എലമെൻറ്റും എവിടെ തന്നെ ആയിരിക്കണം? എയിൽ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാർ എയിൽ എന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ, ഇപ്പോൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, പ്ലസ് ഓൺ നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ 2 നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നാച്ചുറൽ നമ്പറാണ്, അല്ലേ? അത് എവിടുത്തെ എലമെൻറ്റ് തന്നെയാണ്? എന്നിൽ തന്നെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പ്ലസ് ഓൺ n എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. പക്ഷേ മൈനസ് സബ്ട്രാക്ഷൻ ഓൺ n എന്ന് പറയുമ്പോൾ നോക്കി നോക്കൂ നിങ്ങൾ, A - B എന്ന് പറയുന്നത് ഓൾവേസ് ബിലോങ്സ് ടു n എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മളിപ്പോൾ 1ഉം 2 ആണ് എടുക്കുന്നതെങ്കിൽ 1 - 2 എന്ന് പറഞ്ഞാൽ എന്താ? -1 ആ കിട്ടുക. ഇറ്റ് ബിലോങ്സ് ടു n ആണോ? അല്ല, ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു n ആണ്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൈനസ് ഓൺ n എന്ന് പറയുന്നത് എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. പക്ഷേ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എവിടെ ബൈനറി ഓപ്പറേഷൻ ആവും? ഇൻഡിജേഴ്സിൽ ബൈനറി ഓപ്പറേഷൻ ആവും, അല്ലേ? അതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ബൈനറി ഓപ്പറേഷൻ നമ്മൾ നോക്കുന്നത്. ബൈനറി ഓപ്പറേഷൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ബൈനറി ഓപ്പറേഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത്? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം A cross A to A. Okay, it's a binary operation is a function from A cross A to A. It combines 2 elements from a set to a single element in the set itself. ഈ 2 എലമെൻറ്റുകൾ ഒരു സെറ്റിൽ നിന്ന് എടുക്കും, അത് കമ്പൈൻ ചെയ്യും, എന്നിട്ട് ആ സെറ്റിൽ തന്നെ ഒരു 3ാമത്തെ എലമെൻ്റ് ആക്കിയിട്ട് മാറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ പറയാം. കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് A*B എന്ന് പറയുന്നത് B*A തന്നെയാണോ എന്ന് നോക്കും. ഓർഡർ മാറ്റിക്കഴിഞ്ഞാലും അതേ എലമെൻറ്റ് തന്നെയാണോ നമുക്ക് കിട്ടുക നോക്കും. A*B = B*A ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയും. ദെൻ A*B*C = A*B*C ആണെങ്കിൽ ആ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് നമ്മൾ പറയുക. അസോസിയേറ്റീവിൻ്റെ ഡെഫിനേഷനാണ് അത്. A*B*C = A*B*C അസോസിയേറ്റീവ് ആണെന്ന് പറയും. ഇനി ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ A*E എന്തായിരിക്കണം? A തന്നെ ആയിരിക്കണം. ഇറ്റ് സെയിം ആസ് E*A.
അങ്ങനെ ഇങ്ങനെ ഒരു എലമെൻറ്റ് ഇ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമുക്ക് ആ സെറ്റിൽ ഏത് സെറ്റിൽ നിന്നാണോ നിങ്ങൾ എ സെലക്ട് ചെയ്യുന്നത് ആ സെറ്റിൽ തന്നെ ഇങ്ങനെ ഒരു ഇ എന്ന് പറഞ്ഞ എലമെൻറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഇനെയാണ് നമ്മൾ എന്ത് പറയുക ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുക. ഇനി ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എക്സ് ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ. എ സ്റ്റാർ ബി എന്ന് പറയുന്ന എലമെൻറ്റ് ഇ ആണെങ്കിൽ, അതായത് ബി സ്റ്റാർ എ എന്ന് പറയുന്നതും ഇ ആണെങ്കിൽ ആ ബീനെയാണ് നമ്മൾ എന്ത് പറയുക എയുടെ ഇൻവേഴ്സ് എന്ന് പറയുക. നമ്മൾ സാധാരണ എയുടെ ഇൻവേഴ്സിനെ ബി എന്നല്ല ഡിനോട്ട് ചെയ്യാറുള്ളത്, എ ഇൻവേഴ്സ് എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ. ഇങ്ങനെ ഈ 4 പ്രോപ്പർട്ടീസാണ് ബൈനറി ഓപ്പറേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇതാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ സെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് ആണ് അല്ലേ. ഇൻഡിജേഴ്സിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്ന ഓപ്പറേഷൻ. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ആണ്. ഇറ്റ് ബിലോങ്സ് ടു സെഡ് എന്ന് പറയാൻ പറ്റും. ഫോർ ഓൾ എ കൊമ ബി ബിലോങ്സ് ടു സെഡ്. എ ബി എന്ന് പറയുന്ന 2 എലമെൻറ്റുകൾ നമ്മൾ സെഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി എന്ന് പറയുന്നതും എവിടെ തന്നെ ആയിരിക്കും? സെഡിൽ തന്നെ ആയിരിക്കും. കാരണം അവിടെ നെഗറ്റീവ് നമ്പർ ഉണ്ട്. ഇവിടെ നാച്ചുറൽ നമ്പർ നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നെഗറ്റീവ് നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് അത് ബൈനറി ഓപ്പറേഷൻ ആവാതെ പോയത്. ഇത് മൈനസ് എന്ന് പറയുന്നത്, സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഏത് 2 നമ്പർ എടുത്താലും അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഒരു ഇൻഡിജർ തന്നെയാണ് കിട്ടുക. ശരിയല്ലേ? ജസ്റ്റ് ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾ എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി ബിലോങ്സ് ടു Z for every AB belongs to Z. Therefore, star is binary. Star is a binary operation. Binary operation on Z. ഓക്കെ, ഇനി ഇത് അസോസിയേറ്റീവ് ആണോ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കി നോക്കാം. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ആണ് അല്ലേ. പക്ഷേ ബി സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എന്താ വരിക? ബി മൈനസ് എ അല്ലേ വരിക. ഇത് രണ്ടും ഈക്വൽ ആണോ? എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ ആണോ? അല്ല, നമുക്കറിയാം. അപ്പോൾ അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ 1 2 ബിലോങ്സ് ടു സെഡ്. 1 2 എടുക്കുക. ദെൻ 1 മൈനസ് 2 ഇസ് -1 ആൻഡ് 2 മൈനസ് 1 ഇസ് +1. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. 1 മൈനസ് 2 ഇസ് നോട്ട് ഈക്വൽ ടു 2 മൈനസ് 1. Therefore, star is not കമ്മ്യൂട്ടേറ്റീവ് എന്ന് എഴുതി വയ്ക്കുക. സ്റ്റാർ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഇവിടെ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, സ്റ്റാർ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ് കേട്ടോ. സ്റ്റാർ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ എക്സാമ്പിൾ കാണിക്കുന്നത് എപ്പോഴാണ്? പ്രൂവ് ചെയ്യാനായിട്ട് എക്സാമ്പിൾ കാണിക്കരുത്, അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം. കൗണ്ടർ എക്സാമ്പിൾ എന്നാണ് ഇതിനെ പറയുക നമ്മൾ. ഇത് ബൈനറി ഓപ്പറേഷൻ, ഈ ഒരു ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുത്തത്? 2 നമ്പറുകൾ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. എ മൈനസ് ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. Therefore, subtraction is not കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അല്ല സബ്ട്രാക്ഷൻ. കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിൽ പിന്നെ അതൊന്നും ആവില്ല, അസോസിയേറ്റീവ് ആവില്ല. നോക്കാം നമുക്ക്. ഇപ്പോൾ 3 നമ്പേഴ്സ് എടുക്കുക. 1 2 3 ബിലോങ്സ് ടു സെഡ്. 1 മൈനസ് 2 ഓർ നമുക്ക് ഇങ്ങനെ എഴുതാം സ്റ്റാർ വെച്ചിട്ട്. 1 സ്റ്റാർ 2 സ്റ്റാർ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 1 സ്റ്റാർ എന്താ 2 സ്റ്റാർ 3 പറഞ്ഞാൽ 2 മൈനസ് 3 അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 1 സ്റ്റാർ 2 സ്റ്റാർ 3 പറഞ്ഞാൽ -1. എന്ത് വരും? 1 മൈനസ് -1 ദാറ്റ് ഈസ് 1 + 1 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ശരിയല്ലേ? ഒരു സൈഡ് നമുക്ക് എങ്ങനെ കിട്ടി? 1 സ്റ്റാർ 2 സ്റ്റാർ 3. ഇനി അടുത്ത സൈഡ് 1 സ്റ്റാർ 2 സ്റ്റാർ 3 നോക്കാം. എന്താ വരിക? 1 മൈനസ് 2 സ്റ്റാർ 3 ദാറ്റ് ഈസ് 1 മൈനസ് 2 പറഞ്ഞാൽ -1 സ്റ്റാർ 3 ദാറ്റ് ഈസ് എന്ത് വരും? -1 - 3 ഈക്വൽ ടു -4. ഇതൊന്ന് 2ഉം ഇവിടെ ഒന്ന് -4ഉം ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സ്റ്റാർ ഇസ് നോട്ട് അസോസിയേറ്റീവ് അല്ലേ. അല്ലാന്നൊക്കെ തെളിയിക്കാൻ ഒറ്റ എക്സാമ്പിൾ കാണിച്ചാൽ മതി കേട്ടോ. സ്റ്റാർ ഇസ് നോട്ട് അസോസിയേറ്റീവ്. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ടോ ഇൻവേഴ്സ് ഉണ്ടോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ നോക്കുക, ഐഡൻറ്റിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് എടുക്കുക. ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? എ മൈനസ് ഇ ഈക്വൽ ടു എ. ഇങ്ങനെ കിട്ടണം നമുക്ക്. എ മൈനസ് ഇ ഈക്വൽ ടു എ എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. എ മൈനസ് എ ഈക്വൽ ടു 0. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? നമുക്കിവിടെ 0 എന്നാണ് കിട്ടുക. ഒരു സൈഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണം നിങ്ങളെ, ഒരു സൈഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അടുത്ത സൈഡും കൂടെ നമ്മൾ നോക്കണം. ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. ഇങ്ങനെയാണ് അടുത്ത സൈഡ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? നമുക്ക് ഇ മൈനസ് എ ഈക്വൽ ടു എ എന്ന് എഴുതാം. ഇതിനെങ്ങോട്ട് കൊണ്ടുവരിക?
ഇ ഈക്വൽ ടു എന്താ വരിക എ പ്ലസ് എ, ദാറ്റ് ഈസ് 2a എന്നല്ലേ കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡ് നോക്കിയപ്പോൾ നമുക്ക് 0 ആണ് ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടിയത്. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2a ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിൽ പിന്നെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. റൈറ്റ് ഐഡൻറ്റിറ്റി ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എന്നൊക്കെയാണ് പറയുക. അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. എനിവേ നിങ്ങൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇവിടെ ഇ എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയത്, ഇവിടെ ഇ എന്ന് പറയുന്നത് 2a ആണ് കിട്ടിയത്. ദെർഫോർ ഐഡൻറ്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഐഡൻറ്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതി വയ്ക്കുക. ഐഡൻറ്റിറ്റി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ഐഡൻറ്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് ഉണ്ടാവില്ല. അതും കൂടെ എഴുതി വെച്ചോളൂ. ഇൻവേഴ്സ് ഓൾസോ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇൻവേഴ്സ് ഓൾസോ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല? ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും എഴുതി വയ്ക്കുക. അപ്പോൾ അത് കളക്റ്റീവായിട്ട് നിങ്ങൾ ഓർഡറിൽ എഴുതണം. ഞാനിപ്പോൾ ബോർഡിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് ബൈനറി ഓപ്പറേഷൻ ആണ്, പക്ഷെ എന്തല്ല, അസോസിയേറ്റീവ് അല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല, ഐഡൻറ്റിറ്റി എലമെൻ്റ് ഇല്ല, ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓൺ ക്യൂ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി പ്ലസ് 1. ക്യൂ എന്ന് പറയുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് അല്ലേ. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകൾ, എ ബൈ ബി ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എലമെൻറ്റ് ഓപ്പറേഷൻ തന്നിട്ടുള്ളത് എ സ്റ്റാർ ബി ഈക്വൽ ടു, ഡെഫിനിഷൻ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, എ പ്ലസ് ബി എന്നാണ് തന്നേക്കുന്നത്. ഇത് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. ഇറ്റ് ബിലോങ്സ് ടു ക്യൂ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ക്യൂ. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് നമ്മൾ ക്യൂവിൽ സെലക്ട് ചെയ്യുക. റാഷണൽ ഭിന്നസംഖ്യകളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ആ രണ്ട് ഭിന്നസംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുക? ഒരു ഭിന്നസംഖ്യയാണ് കിട്ടുക. അതിൽ സംശയമൊന്നുമില്ലല്ലോ? അല്ല, സംശയമൊന്നുമില്ല. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ ഒരു നമ്പർ 1 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു. അതും എന്ത് തന്നെയാണ്? ഫൈനൽ ആൻസർ ആയിട്ട് എന്ത് കിട്ടും? നമുക്ക് ഭിന്നസംഖ്യയാണ് കിട്ടുക. അപ്പോൾ ഇൻറ്റീജർ കിട്ടിയാലും അത് ഭിന്നസംഖ്യയാണ് കിട്ടുക. അപ്പോൾ 2 എന്ന് ആൻസർ കിട്ടിയാലും നമുക്ക് അതിന് എന്ത് എഴുതാം? 2/1 എഴുതാമല്ലോ അല്ലേ. ഇൻറ്റീജേഴ്സ് ഒക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. ഓക്കെ, എനിവേ, അപ്പോൾ ഇറാഷണൽ ആയിട്ടുള്ള നമ്പർ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ നമ്പർ കിട്ടില്ല. അതുകൊണ്ട് ഇത് ബൈനറി ഓപ്പറേഷനാണ്. സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. രണ്ട് റാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താലും ഒരു റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. ദെർഫോർ ഇറ്റ്സ് എ ബൈനറി ഓപ്പറേഷൻ. ദെൻ അടുത്തത് നിങ്ങൾ നോക്കണം, നീ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. കമ്മ്യൂട്ടേറ്റീവ്, ഇവിടെ ഹെഡിങ് പോലെ എഴുതി വയ്ക്കാം. കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? എ ബി പ്ലസ് 1 എന്ന് എഴുതാം. അതുപോലെ ബി സ്റ്റാർ എ എന്തായിരിക്കും നോക്കിക്കേ. എ ബി പ്ലസ് 1 ആണെങ്കിൽ ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ ബി എ പ്ലസ് 1 ആണ്. ബി എ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എ ബി പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. എ ഇൻറ്റു ബി എന്ന് പറയുന്നതും ബി ഇൻറ്റു എ എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ബി എ പ്ലസ് 1 എന്ന് എഴുതാം. ബി എ പ്ലസ് 1നെ നമുക്ക് എ ബി പ്ലസ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി. അപ്പോൾ ബി സ്റ്റാർ എനെ തന്നെയാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നത്? എ സ്റ്റാർ ബി എന്ന് എഴുതാൻ പറ്റുന്നത്. ദെർഫോർ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. ദെർഫോർ സ്റ്റാർ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി രണ്ടാമത്തത് അസോസിയേറ്റീവ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അസോസിയേറ്റീവ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് എ സ്റ്റാർ ബി സ്റ്റാർ സി എടുക്കുന്നു. ദാറ്റ് ഈസ് എ സ്റ്റാർ ബി സ്റ്റാർ സിയിൽ നമ്മൾ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യും. എ ബി പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ ബി സ്റ്റാർ സി ആണെങ്കിൽ ബി സി പ്ലസ് 1 എന്ന് വരും. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, ദിസ് ഇസ് ഈക്വൽ ടു, ഇതിപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ്, ഇത് സെക്കൻഡ് എലമെൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റ് പ്ലസ് 1. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് 1 ആണ് ബൈനറി ഓപ്പറേഷൻ അല്ലേ. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇത് മൊത്തമായിട്ട് സെക്കൻഡ് എലമെൻ്റ് ആണ്. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് 1 എന്നാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ഇവിടെ എ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എ ബി സി പ്ലസ് എ പ്ലസ് 1 എന്ന് വരും അല്ലേ, ഒരു സൈഡ്. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ സൈഡ് നോക്കണം നിങ്ങൾ. എ സ്റ്റാർ ബി സ്റ്റാർ സി, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സംഭവം എന്താവുള്ളൂ? അസോസിയേറ്റീവ് ആവുള്ളൂ അല്ലേ. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കാം നമുക്ക്. എ ബി പ്ലസ് 1 ഡെഫിനേഷൻ അപ്ലൈ ചെയ്തു. സ്റ്റാർ സി. ഇപ്പോൾ ഇത് ഫസ്റ്റ് എലമെൻറ്റ്, ഇത് സെക്കൻഡ് എലമെൻറ്റ്. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് 1 എന്താ വരിക? എ ബി പ്ലസ് 1 ഇൻറ്റു സി പ്ലസ് 1. ദാറ്റ് ഈസ് എ ബി സി. സി ഇങ്ങോട്ട് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ. സി പ്ലസ് 1. നോക്കിക്കേ, രണ്ടും ഈക്വൽ ആണോ?
ഒന്ന് എ ബി സി പ്ലസ് എ പ്ലസ് വൺ ആണ്, അടുത്തത് എ ബി സി പ്ലസ് സി പ്ലസ് വൺ ആണ്. രണ്ടും ഡിഫറെൻ്റ് അല്ലേ? ദർഫോർ എ സ്റ്റാർ ബി സ്റ്റാർ സി is not equal to a star b star c. Therefore star is not associative. സ്റ്റാർ അസോസിയേറ്റീവ് അല്ല, കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷേ എന്തല്ല, അസോസിയേറ്റീവ് അല്ല. അപ്പോൾ അസോസിയേറ്റീവ് അല്ല, രണ്ടാമത്തെ ഓപ്പറേഷൻ അസോസിയേറ്റീവ് അല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എ സ്റ്റാർ ഇ ഐഡൻറ്റിറ്റി ആണ് കേട്ടോ, ഹെഡിങ് എഴുതിക്കോളൂ. ഐഡൻറ്റിറ്റി എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് എഴുതി നമ്മൾ എ ഇ പ്ലസ് വൺ ഈക്വൽ ടു എ നമുക്ക് എഴുതാൻ പറ്റും. ഈ വണ്ണിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവുക. എ ഇ ഈക്വൽ ടു എ മൈനസ് വൺ മൈനസ് യെസ് എ മൈനസ് വൺ, ദെൻ ഇ ഈക്വൽ ടു എ മൈനസ് വൺ ബൈ എ എന്ന് വരും. ശരിയല്ലേ? ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്ക് അല്ല, അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എ ആണ്, ഐഡൻറ്റിറ്റി എലമെൻറ്റിൽ എന്ത് വന്നിട്ടുണ്ട്, എ വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റിൽ എന്ത് വരും, ബി വരും. അപ്പോൾ ഓരോ എലമെൻറ്റ് വരുന്നതിനനുസരിച്ച് അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് നമുക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഐഡൻറ്റിറ്റി എലമെൻറ്റ് അങ്ങനെ ഡിഫറൻ്റ് ആവാൻ പാടില്ല. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. ദർഫോർ ഐഡൻറ്റിറ്റി എലമെൻറ്റിനകത്ത് എന്ത് വരാൻ പാടില്ല, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എ എന്ന് പറയുന്ന ആ ഒരു നമ്പർ വരാൻ പാടില്ല. ഓക്കെ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇറ്റ് ഈസ് നോട്ട് യുണീക്ക്. ദർഫോർ ഐഡൻറ്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഇൻവേഴ്സ് ഉണ്ടാവില്ല, നോ ഇൻവേഴ്സ്. അതും കൂടെ അതിൻ്റെ കൂടെ എഴുതി വയ്ക്കുക. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്തതിൻ്റെ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഒരു ഓപ്പറേഷന് എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ അഡീഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 0 മാത്രമാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലേ. ഏത് നമ്പറിൻ്റെ കൂടെ നമുക്ക് 0 ആഡ് ചെയ്താലും നമുക്ക് ആ നമ്പറാണ് കിട്ടുക. അതുകൊണ്ട് 0 ആണ് ഐഡൻറ്റിറ്റി ഇൻ അഡീഷൻ. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ 1 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഓരോ ഓപ്പറേഷനും ഓരോ ഐഡൻറ്റിറ്റി എലമെൻറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ ഓരോ എലമെൻറ്റിൻ്റെയും ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഡിഫറൻ്റ് ആയിട്ട് വരും. ഇത് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാൻ പാടില്ല. ദർഫോർ ഡസ് നോട്ട് എക്സിസ്റ്റ് എൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ എന്തുമില്ല, ഇൻവേഴ്സും ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓൺ ക്യൂ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 4. ഐഡൻറ്റിറ്റി ബൈനറി ആണെന്ന് ആദ്യം എഴുതി വെക്കണം. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 4 ബിലോങ്സ് ടു ക്യൂ. ക്യൂവിൽ എലമെൻ്റ് ആയിരിക്കും. കാരണം എന്താണ്, രണ്ട് റാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത ഒരു റാഷണൽ നമ്പറാണ് കിട്ടുക. അതിനെ ഒരു റിയൽ നമ്പർ ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത് എന്താണ്, ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. ദർഫോർ ബിലോങ്സ് ടു ക്യൂ ഫോർ എവറി എ ബി ബിലോങ്സ് ടു ക്യൂ. ഇത് ഫോർ എവറി എന്ന് പറഞ്ഞ സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈനറി ഓപ്പറേഷനാണ് എന്ന് എഴുതി വയ്ക്കുക. സ്റ്റാർ എസ് എ ബൈനറി ഓപ്പറേഷൻ. ഇനി കമ്മ്യൂട്ടേറ്റീവ് ആണോന്ന് ആദ്യം നോക്കണം. കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ സ്റ്റാർ ബി എന്താ വരിക, എ ബി ബൈ 4 വരും. അതേപോലെ ബി സ്റ്റാർ എ എന്തായിരിക്കും വരിക, ബി എ ബൈ 4 ആണ് വരിക. ബി എ ബൈ 4 എന്ന് പറഞ്ഞാൽ എന്തെന്നെ എഴുതാം, നമുക്ക് എ ബി ബൈ 4 എന്ന് എഴുതാം. ദറ്റ് ഈസ് എ സ്റ്റാർ ബി എന്ന് എഴുതാം. ദർഫോർ സ്റ്റാർ എസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ദെൻ അസോസിയേറ്റീവ് ആണെന്ന് അറിയണം. അസോസിയേറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എ സ്റ്റാർ ബി സ്റ്റാർ സി വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ എന്താണ്, ബി സ്റ്റാർ സി വരിക, ബി സി ബൈ 4 അല്ലേ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ബൈ 4 ആണ് ഓപ്പറേഷൻ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, എ ബി സി ബി സി ബൈ 4 എന്ന് പറയും. ദിസ് ഇസ് ഈക്വൽ ടു എ ബി സി ബൈ 4 താഴത്തേക്ക് വരുമ്പോൾ 16 എന്ന് കിട്ടും. ഒരു സൈഡ് ഇതാണ് വരിക. അടുത്ത സൈഡും കൂടെ നോക്കാം നമുക്ക്. എ സ്റ്റാർ ബി സ്റ്റാർ സി ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബി ബൈ 4 സ്റ്റാർ സി. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. എ ബി ബൈ 4 ഇൻറ്റു സി ബൈ 4 അഗെയിൻ എ ബി സി ബൈ 16. രണ്ടും ഈക്വൽ ആണല്ലോ. ദർഫോർ സ്റ്റാർ എസ് അസോസിയേറ്റീവ്. ഇവിടെ സ്റ്റാർ എന്തായിട്ട് നമുക്ക് എഴുതാം, അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ശരിയല്ലേ? ഇനി ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഐഡൻറ്റിറ്റി
ദാറ്റ് ഈസ് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ, ദാറ്റ് ഈസ് എ ഇ ബൈ 4 ഈക്വൽ ടു എ. ഈ എ അങ്ങോട്ട് കട്ട് ചെയ്യാം, ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം, മൊത്തമായിട്ട് ഈ മാത്രം ഇവിടെ നിർത്തുക. ഇ ഈക്വൽ ടു 4a ബൈ എ എന്ന് വരും അല്ലേ. ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് 4. ഈ 4 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ് അല്ലേ, ശരിയല്ലേ? ഓക്കെ, ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്, അടുത്ത സൈഡും കൂടെ ശരിയാണോ നോക്കണം നിങ്ങൾ. ഇ സ്റ്റാർ എ ഈക്വൽ ടു എ, ദാറ്റ് ഈസ് ഇ എ ബൈ 4 ഈക്വൽ ടു എ. ഇ ഈക്വൽ ടു 4 തന്നെ വരും, ദാറ്റ് ഈസ് ഇത് മുകളിലേക്ക് വരും 4a ബൈ എ വിച്ച് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദർഫോർ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേതാണ്? 4 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഏതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്? 4 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇനി എന്തുണ്ടോ നോക്കണം നമ്മൾ, ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇൻവേഴ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിലേ ഇൻവേഴ്സ് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇൻവേഴ്സ് നോക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത് നമ്മൾ. അപ്പോൾ നോക്കൂ, ഇൻവേഴ്സ് എങ്ങനെ ഇൻവേഴ്സ് നോക്കേണ്ടത്? എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു 4, എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു 4, എ ഇൻറ്റു എ ഇൻവേഴ്സ് ബൈ 4 ഈക്വൽ ടു 4 എന്ന് വരും അല്ലേ. ഇത് ഓപ്പറേഷൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. എ ഇൻവേഴ്സ് ഈക്വൽ ടു 4 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 16 ആവും, 16 ബൈ എ അല്ലേ. ദിസ് ബിലോങ്സ് ടു ക്യൂ ഇഫ് എ നോട്ട് ഈക്വൽ ടു 0. എ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. എ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 16 ബൈ എ എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഏതിന് മാത്രം ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല? 0ക്ക് മാത്രം ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ മറ്റേ സൈഡും കൂടെ നോക്കണം കേട്ടോ നമ്മൾ. എ ഇൻവേഴ്സ് സ്റ്റാർ എ ഈക്വൽ ടു 4, ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് എ ബൈ 4 ഈക്വൽ ടു 4, എ ഇൻവേഴ്സ് ഈക്വൽ ടു 4 16 ബൈ എ എന്ന് വരും. ഓക്കെ, സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ ഏതിന് മാത്രം എക്സിസ്റ്റ് ചെയ്യില്ല? 0ക്ക് മാത്രം എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഫോർ ഓൾ എലമെൻറ്റ്സ് ഇൻ ക്യൂ എക്സെപ്റ്റ് ഫോർ 0 നമ്മൾ എഴുതി വെക്കണം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻവേഴ്സിൻ്റെ കൂടെ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്ന എലമെൻറ്റ് വരാം അല്ലേ. ഒരു എലമെൻറ്റിന് ഒരു ഇൻവേഴ്സേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ എയുടെ ഇൻവേഴ്സിനകത്ത് എന്ത് വരാം? എ വരാം. ബിയുടെ ഇൻവേഴ്സിനകത്ത് എ വരില്ല, എന്താ വരിക? ബി ആണ് വരിക അല്ലേ. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സിനകത്ത് ഓരോ ആ എലമെൻറ്റുകൾ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സിനകത്ത് എലമെൻറ്റുകൾ വരും, പക്ഷേ ഐഡൻറ്റിറ്റിക്കകത്ത് എന്ത് വരില്ല? എലമെൻറ്റുകൾ വരില്ല കേട്ടോ, ശ്രദ്ധിക്കണം. വേരിയബിൾസ് ഉണ്ടാവില്ല ഐഡൻറ്റിറ്റിക്കകത്ത്. ഓക്കെ, അപ്പോൾ എനിവേ ഇവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഐഡൻറ്റിറ്റി ആൻഡ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ഫോർ ഓൾ എലമെൻറ്റ്സ് ഇൻ ക്യൂ എക്സെപ്റ്റ് ഫോർ 0. 0 അല്ലാത്ത എല്ലാ എലമെൻറ്റുകൾക്കും എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്, ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Thank you.